മെമ്മറീസ് ആർ സോ ഗുഡ് റൈറ്റ്. നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുമ്പം എന്ത് രസമല്ലേ. നമ്മുടെ കുട്ടിക്കാലവും നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ. ഞാനൊക്കെ 80s കിഡ്സാണ്. സോ ഞങ്ങൾക്കൊക്കെ ഒത്തിരി മെമ്മറീസ് ഉണ്ട്. മണ്ണിൽ കളിച്ച് വളർന്നതും ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ്. പക്ഷേ പലപ്പോഴും നമ്മുടെ അമ്മമാരും നമ്മുടെ മുത്തശ്ശിമാരും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും ഒക്കെ നമ്മളോട് പറഞ്ഞു തരും, നിങ്ങളിങ്ങനെ ആയിരുന്നു കുഞ്ഞുനാളിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു, നിങ്ങളിങ്ങനെ ചെയ്തു എന്നൊക്കെ. പക്ഷേ ഇപ്പം നമ്മളെല്ലാം ഒരു വേറൊരു ലൈഫിലേക്ക് കടന്നപ്പോൾ നമ്മളെല്ലാം ഒരു ബിസി ലൈഫാണ് ജീവിക്കുന്നത്. സോ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഒത്തിരി നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പോലും ഓർത്തെടുക്കാൻ പല കാര്യങ്ങളും പറ്റുന്നില്ല. സോ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മോൻ്റെ ഒരു ഡയറി കട, ഞാൻ എൻ്റെ മോന് വേണ്ടി എഴുതിയ ഒരു ഡയറി കട ഞാൻ ഇങ്ങനെ ഓടിച്ചു വായിക്കുമായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുത്തു. അപ്പം ഞാൻ വിചാരിച്ചു, വൈ ഡോണ്ട് ഐ ഷെയർ ദിസ് വിത്ത് യു ഗൈസ്. ഞാൻ മോൻ ജനിച്ചു കഴിഞ്ഞപ്പം അവൻ്റെ ഓരോ കാര്യങ്ങളും ഞാനിങ്ങനെ എഴുതി വെക്കാൻ തുടങ്ങി ഒരു ബുക്കിൽ. ആക്ച്വലി ഇത് എൻ്റെ ഐഡിയ അല്ല. ഞാനിത് ഇൻസ്പയർഡ് ആയത് നമ്മുടെ ഒരു മൂവിയുണ്ട് ഷാരൂഖ് ഖാൻ്റെ കുച്ച് കുച്ച് ഹോത്താ ഹേ എന്നുള്ള. ഷാരൂഖ് ഖാനും കാജലും റാണി മുഖർജിയുമുള്ള. അപ്പം അതിൻ്റെ അകത്ത് റാണി മുഖർജിയുടെ മോക്ക് വേണ്ടി, അഞ്ജലിക്ക് വേണ്ടിയിട്ട് റാണി മുഖർജി മരിക്കുന്നതിന് മുമ്പിട്ടായിട്ട് ഒരു ഡയറി എഴുതിയിട്ട് അത് 10 വയസ്സാവുമ്പം അത് മോക്ക് കൊടുക്കണം, ആസ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കും. അത് മോള് വായിക്കുന്ന ഒരു സ്റ്റോറിയാണ് ആ മൂവി ഈസ് അബൌട്ട്. സോ അതിൽ നിന്നാണ് ഞാൻ ഇൻസ്പയർഡ് ആയത്. വൈ ഡോണ്ട് ഐ റൈറ്റ് അബൌട്ട് മൈ സൺ ഇൻ എ ബുക്ക് എന്നുള്ളത്. അപ്പം ഇത് ഒരു 12 വയസ്സാവുമ്പം അല്ലെ ഒരു 13 വയസ്സാവുമ്പം എൻ്റെ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതി തുടങ്ങിയ ഒരു ഡയറിയാണ്. പക്ഷേ ഇത് ഓൾറെഡി അവൻ പലതും വായിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ എഴുതാൻ എടുക്കുമ്പോഴൊക്കെ അവർ വന്നിട്ട് ചോദിക്കും. അപ്പം കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഈ ഡയറീസ് കാണാറുണ്ട്. എപ്പോഴും ഞാൻ ഈ ഡയറി എഴുതത്തില്ല. വർഷത്തിലൊരിക്കലോ 6 മാസത്തിലൊരിക്കലോ ഒക്കെ ഞാൻ ഓർക്കുമ്പോൾ ഇങ്ങനെ എഴുതാൻ എടുക്കുമ്പം അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഞാൻ എഴുതി വെക്കും. സോ ഇന്ന് ഞാൻ എഴുതാൻ എടുത്തപ്പോൾ 2024 സംഭവിച്ച കാര്യങ്ങളൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അപ്പം ഞാൻ എഴുതാൻ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു, വൈ ഡോണ്ട് ഐ ഷെയർ ദിസ് വിത്ത് യു ഗൈസ്. ഇത് പലർക്കും ചിലപ്പോൾ അതൊരു ഉപകാരമായിരിക്കും. ഇത് എഴുതുന്നവർ കാണുമായിരിക്കും, ജേർണലിങ് ചെയ്യുന്നവർ കാണുമായിരിക്കും. പക്ഷേ ഇത് ജേർണലിങ് ഒന്നും ഒരു സ്ഥിര ഹാബിറ്റ് അല്ലാത്തവർക്ക് വേണ്ടി ഇത് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. ഇതുവരെ ലേറ്റ് ആയിട്ടില്ല. ഇതുവരെ എഴുതി തുടങ്ങിയിട്ടില്ലെങ്കിൽ ലേറ്റ് ആയിട്ടില്ല. ജസ്റ്റ് ഇനി മുതലായാലും മെമ്മറീസ് നിങ്ങൾക്ക് എഴുതി തുടങ്ങാം, നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ചൊക്കെ. സോ അതർവൈസ് ജേർണലിങ് ഈസ് എ റിയലി ഗുഡ് ഹാബിറ്റ്. അത് ഞാൻ വേറൊരു ദിവസം ഞാൻ അതിനെക്കുറിച്ച് പറയാം. പക്ഷേ ഇത് ജേർണലിങ് അല്ല, ഇത് ജസ്റ്റ് വൺസ് ഇൻ എ ഇയർ ഞാൻ അവരെക്കുറിച്ച് എഴുതുന്ന മെമ്മറീസാണ്. ഐ നോ ഇൻ മാർക്കറ്റിൽ ഒത്തിരി ന്യൂ ബോൺസ് ജനിക്കുമ്പം ഇതേപോലുള്ള ബുക്സ് നമുക്ക് കിട്ടും. ഞാനിതൊരു 12 വർഷം മുമ്പ് വാങ്ങിച്ചു വെച്ചതാണ്. എൻ്റെ മൂത്ത മോൻ ജനിച്ചപ്പം വാങ്ങിച്ചു വെച്ചതാണ്. പക്ഷേ ഫോർ സം റീസൺ ഇതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. ഐ ജസ്റ്റ് വാണ്ടഡ് ടു എൻ്റേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് എനിക്ക് എഴുതണം. ഇതെന്ന് പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അവരുടെ ഫസ്റ്റ് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദിസ് ഇസ് ഓൾസോ റിയലി ഗുഡ്. പക്ഷേ ഇത് ഒരു വർഷത്തേക്കുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഫോർ സം റീസൺ ഇതിനകത്ത് ഞാൻ എഴുതി തുടങ്ങില്ല. ഇൻസ്റ്റഡ് ഞാൻ ഒരു ബുക്ക് എടുത്തിട്ട് അവരെക്കുറിച്ച് എഴുതാൻ തുടങ്ങി. ഇതിൻ്റെ അകത്ത് എന്നിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവൻ്റെ ഫസ്റ്റ് ബേബി ഷവറിലുള്ള ഉണ്ടായിരുന്ന ഒരു ബലൂൺ ഞാൻ എടുത്തു വെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ റിസ്റ്റ് ബാൻഡ്സ്, നമ്മുടെ ഹോസ്പിറ്റലിലുള്ളപ്പോൾ ഉള്ള റിസ്റ്റ് ബാൻഡ്, പിന്നെ ബർത്ത്ഡേ ഗിഫ്റ്റ്സ്, അല്ലേ അന്ന് ആരോ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ആമസോണിൽ കൂടെ മോന് ഗിഫ്റ്റ് അയച്ചിരുന്നു, അതിൻ്റെ റെസിപ്റ്റ്. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് എഴുതി വെക്കും, എന്ന് കിട്ടി, എന്തുവായിരുന്നു. പിന്നെ എൻ്റെ ത്രൂ ഔട്ട് മൈ പ്രഗ്നൻസിയിൽ വാട്ട് ഐ വെൻറ്റ് ത്രൂ, വാട്ട് വാസ് മൈ ഫീലിംഗ് അബൌട്ട് ഹിം, ദോസ് കൈൻഡ് ഓഫ് തിങ്സ്. പിന്നെ ഓരോ വർഷവും അവന് കിട്ടുന്ന ബർത്ത്ഡേ ഇതായിരുന്നു അവൻ്റെ ഫസ്റ്റ് പിക്ചർ. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങൾ, ബർത്ത്ഡേക്ക് ഇതൊക്കെ ആദ്യത്തെയൊക്കെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേ കാർഡ്സും എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, എല്ലാവരും കൊടുത്തതും. പിന്നെ വാട്ട് പീപ്പിൾ ടോക്ഡ് അബൌട്ട് ഹിം, അവൻ എന്തുമായിരുന്നു ഇഷ്ടക്കേടുകൾ. പിന്നെ ദിസ് വാസ് ഹിസ് ഫസ്റ്റ് പിക്ചർ വെൻ ഹി സ്റ്റാർട്ടഡ് സോക്കർ. നൗ ഹീ ഈസ് 12 year old, വലിയ കുട്ടിയായി. അപ്പം ആ 5 year old അവൻ്റെ ആദ്യത്തെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവൻ പറയുന്നത് നാനാന ബുബു, അതൊക്കെ കുറച്ച് കൊച്ചു വേർഡ്സുകൾ അവർ യൂസ് ചെയ്ത് പല കാര്യങ്ങളും ത്രൂ ഔട്ട് ഏജ് 11 വരെ ഞാൻ എഴുതിയിട്ടുണ്ട്.
12th ഞാൻ എഴുതാൻ പറ്റില്ല. അവന് ഇപ്പോൾ 2024 അവൻ 12 ആയി. അപ്പം എനിക്ക് എഴുതാൻ പറ്റില്ല. അപ്പം ഞാൻ വിചാരിച്ചു എഴുതാൻ എടുത്തപ്പോൾ ഐ തോട്ട് ഓക്കെ വൈ ഡോണ്ട് ഐ ഷെയർ ദിസ് ക്യൂട്ട് ലിറ്റിൽ ഇൻട്രസ്റ്റിംഗ് തിങ് വിത്ത് യു ഗൈസ്. പിന്നെ എൻ്റെ രണ്ടാമത്തെ ആൾ ജനിച്ചപ്പോഴും ഞാൻ ബുക്ക് എടുത്തു. പക്ഷേ രണ്ടാമത്തെ ആളായപ്പോൾ കുറച്ചും കൂടെ ബിസി ലൈഫ് ആയതുകൊണ്ട് ഒത്തിരി ഒന്നും കളക്ട് ചെയ്താനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. എങ്കിലും ഐ മേക്ക് ഷുവർ ദാറ്റ് എവറി ഇയർ ഐ റൈറ്റ് അബൌട്ട് ദം. ഒരു ഏജ് കഴിയുമ്പം ഇവരവരെക്കുറിച്ച് തന്നെ അവർക്കുടെ കുറേ ഓർമ്മകൾ അവർ വായിച്ചെടുക്കുമ്പം ഇറ്റ്സ് ലൈക്ക് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ഫോർ ദം. നമ്മുടെ പാരൻസൊക്കെ നമ്മളോട് പറയുന്നത് നിങ്ങൾ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറയുമ്പം അത് കേൾക്കാൻ എന്ത് രസമാണ് അല്ലേ. അപ്പം ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, കുറേ വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പം പഴയ വീഡിയോസ് അവരുടെ ഇപ്പം കാണുമ്പോഴേക്കും എന്ത് രസമായിരുന്നല്ലേ കുഞ്ഞുങ്ങളുടെ ജേർണി. അപ്പം അതേപോലെ തന്നെ പക്ഷേ ഇഫ് ദേ ക്യാൻ റീഡ് അബൌട്ട് ദംസെൽഫ് ദാറ്റ് വിൽ ബി എ ഗുഡ് ഐഡിയ. ഇപ്പം നിങ്ങൾ ഓൾറെഡി ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്. ആൻഡ് പുതിയ ടിപ്പോ അല്ലെ പുതിയ കാര്യങ്ങളോ അല്ലെ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. ലെറ്റ്സ് ഷെയർ അവർ നോളജ് ഫോർ പാരൻറ്റിങ് ആൻഡ് മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്.